എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനമൂർത്തിയുടെ പുണ്യകഥയാണ്. അഹങ്കാരം വെടിഞ്ഞ് ഭഗവാനിൽ ശരണം പ്രാപിച്ച ഒരു വലിയ ഭക്തൻ്റെയും അവനെ അനുഗ്രഹിച്ച ഭഗവാന്റെയും ഈ കഥ നമുക്ക് ശാന്തമായി കേൾക്കാം. അസുരചക്രവർത്തിയായ മഹാബലി 3 ലോകങ്ങളും ഭരിച്ചിരുന്ന കാലം. പ്രജാക്ഷേമ തൽപരനായിരുന്നെങ്കിലും താൻ വലിയവനാണെന്ന ഒരു ചെറിയ അഹങ്കാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഒരിക്കൽ നർമ്മദാ നദിക്കരയിൽ മഹാബലി ഒരു വലിയ യാഗം നടത്തുമ്പോൾ ഒരു കുഞ്ഞു ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ ഭഗവാൻ വിഷ്ണു അവിടെയെത്തി. ആ തേജസ്സുള്ള ബാലനെ കണ്ടപ്പോൾ മഹാബലിക്ക് വലിയ ആദരവ് തോന്നി. "അല്ലയോ ബാല, നിനക്ക് ദാനമായി എന്തു വേണം? സ്വർണമോ നാടോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം" എന്ന് മഹാബലി പറഞ്ഞു. എന്നാൽ ഭഗവാൻ ചോദിച്ചത് വളരെ ലളിതമായ ഒന്നായിരുന്നു: തൻ്റെ കാലടി കൊണ്ട് അളക്കാവുന്ന വെറും 3 അടി മണ്ണ്. മഹാബലി അത് ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. എന്നാൽ പെട്ടെന്ന് ആ കുഞ്ഞു വാമനൻ ആകാശത്തോളം ഉയരമുള്ള വിശ്വരൂപം കൈക്കൊണ്ടു. ഒരടികൊണ്ട് ഭൂമിയും 2ാമത്തെ അടികൊണ്ട് സ്വർഗവും ഭഗവാൻ അളന്നെടുത്തു. 3ാമത്തെ അടി വയ്ക്കാൻ ഇടമില്ലാതെ വന്നപ്പോൾ തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ മഹാബലി ഭക്തിയോടെ തല കുനിച്ചു കൊടുത്തു. ഭഗവാൻ തൻ്റെ തൃക്കാൽ മഹാബലിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുകയും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയക്കുകയും ചെയ്തു. നമ്മുടെ ഉള്ളിലെ അഹങ്കാരം ഇല്ലാതായാൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ കഴിയൂ എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ദിവസം നേരുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പരശുരാമ അവതാരത്തെക്കുറിച്ച് സംസാരിക്കാം.